ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ ചാലഞ്ചിന്റെ ഡേ 2 ആയിരിക്കാണ്. രാവിലെ തന്നെ ഉമ്മ ഉണ്ണിയാളെ യൂണിഫോം ഒക്കെ തേക്കുന്നുണ്ട്. കാരണം ഇന്ന് മൺഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്, എല്ലാവർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. അങ്ങനെ ഓരോരുത്തരും വെളിച്ചെണ്ണയൊക്കെ തേച്ചിരുത്താണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ഉമ്മയും കൂടിയിട്ട് ഉണ്ണിയാളൊക്കെ റെഡി ആക്കി. 3 പേർക്ക് ഒരുമിച്ച വണ്ടി, ഒരേ സ്കൂളാണ്. അപ്പൊ ഒരു തിക്കും തിരക്കായിരിക്കും വണ്ടി വരുന്ന വരെ. അപ്പൊ ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഉണ്ണിയാളൊക്കെ ഒരുക്കി. അങ്ങനെ ഒരു വണ്ടിയൊക്കെ വന്നിട്ട് അവരെ കയറ്റി പറഞ്ഞയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു ഇന്ന് രാവിലെ. നല്ല ഗോതമ്പ് പുട്ടും കഞ്ഞിപ്പയറായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആണിത്, നല്ല ടേസ്റ്റും ആണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ക്ലീനിങ് പരിപാടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോ ഗൈസ് നമ്മൾ കടയിലേക്ക് പോവുകയാണ്. സെവനപ്പാ മറ്റേ ബദാം ഷേക്ക് മതിയാ? ബദാം ഷേക്ക്. പിന്നില്ലേ 100 പുളി കൊടംപുളി, 100 കൊടംപുളി. 100 കൊടംപുളി വാഷിംഗ് മെഷീനിലേക്ക് ലിക്വിഡ്, വാഷിംഗ് മെഷീനിലേക്ക് ലിക്വിഡ് 100 കൊടംപുളി. കഴിക്കാൻ എന്തേലും ഫേസ് വാഷ്. ഇപ്പോൾ നമ്മൾ കടയിൽ പോവുകയാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ അവിടെ നിന്നാണ് സാധനങ്ങൾ മേടിക്കാൻ പോവല്ലേ. അപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുള്ളതും. അങ്ങനെ അവിടെ പോയപ്പോ ദായി മിഠായി കണ്ടപ്പോ അത് 2 മേടിച്ചു. ആദ്യക്കുട്ടനെ മേടിച്ചത്. അവന് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അവനെ സോപ്പിടാൻ വേണ്ടി അത് 2 അങ്ങോട്ട് മേടിച്ച്. ഇതിപ്പോ കൊണ്ടുപോയി നമ്മളെ നല്ല സീപ്പൊക്കെ കേൾക്കും, എന്നാലും ഞങ്ങൾ എനിക്ക് അങ്ങനെ മേടിച്ചെടുക്കും, സന്തോഷം. അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. അപ്പൊ കുറെ തുണികൾ അലക്കിയത് തോരിടാനുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ വേഗം അതൊക്കെ തോരിട്ടു. അത് കഴിഞ്ഞ് ക്ഷീണിതയായതുകൊണ്ട് തന്നെ ഒന്ന് എനർജിക്ക് വേണ്ടിയിട്ട് ഈ ബദാം മിൽക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കുടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അതിന്റെ വണ്ടി വന്നത്. 12 നമുക്ക് ക്ലാസ് ഉള്ളു. അപ്പൊ ഒരു 1 മണി 1:10 ഉള്ളാണ്ട് വണ്ടി വരും. അങ്ങനെ അവൻ വന്നപ്പോ നമ്മള് കുറച്ചു നേരത്തെ വാങ്ങിച്ചാൽ മിഠായി ഉണ്ടല്ലോ, അത് അവനക്ക് വേഗം സർപ്രൈസ് ആയിട്ട് കൊടുത്തപ്പോ എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം. സന്തോഷമാണ്, അതിന്റെ ഒരു പ്രകാശമാണ് നിങ്ങൾ ആ മുഖത്ത് കാണുന്നത്. പിന്നെ അവന്റെ ചെരുപ്പൊക്കെ മാറ്റി, അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി വേണം ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിച്ച് രാവിലത്തെ കഞ്ഞിപ്പയറും നല്ല മുളകിട്ട ചാളക്കറിയായിരുന്നു. പിന്നെ വാപ്പയോട് ഉണ്ണിയുടെ ആദ്യം തന്നെ സൈക്കിളിൽ ശരിയാക്കി കൊടുക്കാൻ ഉമ്മയോട് നല്ല ഉച്ചർക്കത്തിലാണ്. അപ്പോഴത്തെ ഞാൻ പോയിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നെങ്കിൽ രാവിലെ കുളിക്കുന്നത് എന്തോ ഇഷ്ടമില്ല. ഉച്ചയ്ക്ക് കുളിച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ ഉണ്ണകളൊക്കെ വന്ന് ചായ ടൈമായി. അപ്പൊ ചായയും കൊള്ളിയാർത്തും ഒക്കെ വേഗം കഴിച്ചു. പിന്നെ സന വേഗം പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെയുണ്ട്. ഇനിയിപ്പോ സനയ്ക്ക് ഫോട്ടോ എടുക്കാന്നൊക്കെ പറയണ്ടായിരുന്നു. ഞങ്ങൾ റോട്ടിൽ പോയിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഉമ്മോട അടിച്ചു വരുന്നുണ്ടായിരുന്നു. വാങ്ങി കൊടുക്കാനൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ വേഗം അടിച്ചു പോയി വൃത്തിയാക്കിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാമിലി ടൈം ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും സംസാരിച്ചും ഉണ്ണാളെ പഠിപ്പിച്ചും ഫോണിൽ നോക്കിയൊക്കെ ഇങ്ങനെ ഇറയത്തിരിക്കുന്ന ഒരു ടൈമാണ്. ഇതെല്ലാ ദിവസവും ഇതൊരു നിർബന്ധമാണ്, അതൊരു ചടങ്ങാണ്. അത് കഴിഞ്ഞ് രാവിലെ കുറെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ മടക്കാണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് മടക്കിക്കാം. അതുകൊണ്ട് കഴിഞ്ഞ് ഇന്നത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ്. അപ്പൊ അതൊക്കെ